കണ്ടിന്യൂ. അപ്പോൾ സുബിനും മാലിനി ചിബും രണ്ടുപേരും തമ്മിൽ ഡിസ്കസ് ചെയ്യുവാണ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനും രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ഡിസ്കഷനാണ്. അപ്പോൾ ആ സുബിൻ പറയുന്നുണ്ട്, എനിക്ക് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഓക്സ്ഫോർഡിൽ പഠിക്കാൻ പോകണം, അപ്പം ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നൊക്കെ. അപ്പം മാലിനി പറയുന്നു, എന്നാൽ പിന്നെ നീ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല, ശ്രമിച്ചു നോക്കൂ. പക്ഷേ അത് അഡ്മിഷൻ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് സുബിൻ പറയുന്നത്. It's not easy, Moles, said Subin. Come on, why don't you apply and give it a shot, I said. Okay, I will think about it, said Subin. Subin പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ ശ്രമിച്ചു നോക്കാം. He applied and got an interview. Mesho, my uncle, was on the board of the Inlax scholarship. However, Subin was indeed a brilliant scholar and certainly did not need anyone to pull any strings for him. അവന് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്ര നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ് സുബിൻ. സുബിന് അഡ്മിഷൻ കിട്ടുന്നു. മോൾസ്, ഐ ഗോട്ട് ഇറ്റ്, സുബിൻ എക്സ്പ്ലെയിൻ ആസ് ഹി ഗവ് മീ എ ഹഗ്. കൺഗ്രാറ്റ്സ്, ഐ സെഡ്. ഇറ്റ് വാസ് എ മിക്സ്ചർ ഓഫ് ജോയ് ആൻഡ് സാഡ്നെസ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി ലീവിങ് ബോംബെ ആൻഡ് യെറ്റ് ഐ ഫെൽറ്റ് ഹാപ്പി ദാറ്റ് ഹി ഹാഡ് ഗോട്ട് ഇൻ ടു ഓക്സ്ഫോർഡ്. പക്ഷേ ഇപ്പോൾ പോകുന്ന വിഷമമുണ്ട്, സുബിനെ പിരിയുന്ന ഒരു വിഷമമുണ്ട്. കാരണം അവർ രണ്ടുപേരും കൂടിയാണ് ഈ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരുന്നത്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സുബിൻ ഇപ്പോൾ ഓക്സ്ഫോർഡിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പോവുകയാണ്, വിഷമമുണ്ട്. പക്ഷേ എന്നാലും ആ അഡ്മിഷൻ കിട്ടിയല്ലോ എന്നുള്ള കാര്യത്തിൽ ഇവൾക്ക് സന്തോഷം തോന്നി. I felt sad at seeing him go. I buried myself in the work of the research department of the Spastic Society. One morning, out of the blue, a letter arrived. The heading on the envelope was marked Oxford Polytechnic. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പോളിടെക്നിക്കിലേക്ക് വേണ്ടിയിട്ട് ഇവളുടെ ഫാദർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പോളിടെക്നിക് പോയിട്ട് മാലിനിക്ക് കുറച്ചുകൂടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എടുക്കണമായിരുന്നു. അവൾ ആൾറെഡി BA എടുത്തിട്ടുണ്ട്, PG എടുത്തിട്ടുണ്ട്, അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ നല്ലതുണ്ട്. പക്ഷേ എന്നാലും ഓക്സ്ഫോർഡിൽ പോളിടെക്നിക്ക് പോയിട്ട് ഒന്നുകൂടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരമാണ് പെട്ടെന്ന് സുബിൻ പോയ ശേഷം ഇവൾക്ക് കത്ത് കിട്ടുന്നത്. മദർ ഓപ്പൺ ദ ലെറ്റർ. ദ ലെറ്റർ സെഡ്, ഡിയർ മിസ് ചിബ്, I hereby inform you that you have been accepted in the publishing course. On reading the letter, I shrieked with joy. ഇവൾ ആ സന്തോഷം കൊണ്ട് അലറി തുള്ളിച്ചാടി. Mother hugged me and said, you must get a scholarship, otherwise you will not be able to go. നിനക്കൊരു സ്കോളർഷിപ്പ് കിട്ടണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. Mother always tried to make me see the reality. I crossed my fingers hoping to get the money. I was slowly entering adulthood. I counted the days when I would be in Oxford. I was not sure whether I was looking forward to being at Oxford or being with Subin. പക്ഷേ പ്രശ്നം ഇവിടെ എന്താ, പൈസയുടെയാണ്. സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ മാത്രമേ അവിടെ പഠിക്കാൻ പോയിട്ടുള്ളൂ. സുബിൻ ഒരു നല്ല സ്റ്റുഡൻ്റാണ്, ബ്രില്യൻ്റ് ആണ്, അവന് സ്കോളർഷിപ്പ് കിട്ടി, അവൻ പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ സ്കോളർഷിപ്പ് കിട്ടിയാൽ മാത്രമേ അവിടെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളൂ. അപ്പം സുബിൻ പോയത് ശേഷം വീണ്ടും ഈ സ്പാസ്റ്റിക് സൊസൈറ്റിയുടെ കാര്യങ്ങളിൽ മുഴുകി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ലെറ്റർ വരുന്നത്, എനിക്ക് പബ്ലിക് കോഴ്സിൽ പ്രവേശനം കിട്ടി എന്ന് കാണിച്ച് ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൽ നിന്നൊരു കത്ത് വരുന്നു. വളരെ സന്തോഷം തോന്നി. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്, സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ പോകാൻ പറ്റിയില്ലെന്ന്. അമ്മ എപ്പോഴും സത്യാവസ്ഥ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പോകാനുള്ള പണം കിട്ടണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പിന്നെ ഞാൻ പതിയെ പ്രായപൂർത്തിയായി വലിയ കുട്ടിയായി. ഞാൻ പഠിക്കാനാണോ ഓക്സ്ഫോർഡിൽ പോകുന്നത്, അതോ എൻ്റെ കൂട്ടുകാരനെ സുബിനെ കാണാനാണോ എന്ന് എനിക്കൊരു നിശ്ചയമില്ലായിരുന്നു. കാരണം സുബിൻ പോയ പിന്നെ ഇവൾക്ക് വല്ലാതെ വിഷമം തോന്നിയിരുന്നു. ഫ്രണ്ടാണ്, അവിടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് സെറ്റാവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനം ഉണ്ടായില്ല. അപ്പം നമ്മുടെ ലെസൺ ഇങ്ങനെയാണ് നിർത്തുന്നത്. ഡിസേബിൾഡ് ആയിട്ടുള്ള മാലിനി ചിബിൻ്റെ ലൈഫാണ്. മാലിനി ചിബ് ജനിച്ചത് കൽക്കട്ടയിലാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ സെറിബ്രൽ പാൾസി എന്ന ഒരു അസുഖം ബാധിച്ചതുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോയി, ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി. അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്കൊരു സഹോദരൻ ഉണ്ടായപ്പോൾ അവർ തിരിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. പിന്നെ ഇവളെ ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത വന്ന സ്ഥിതിയിൽ അമ്മ ഒരു പുതിയ സ്കൂൾ തുടങ്ങി. ഇവൾക്ക് ബേസിക് എഡ്യൂക്കേഷനൊക്കെ അവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവൾ BA പഠിച്ചു, പിന്നെ PG എടുത്തു. വീണ്ടും വിദേശത്ത് പോവുക, തിരിച്ചു വരിക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ അവൾ
അമേരിക്കയിൽ ബെർക്ക്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുമ്പോഴാണ് ഈ ഇലക്ട്രിക് വീൽ ചെയറിനെ പറ്റി കാണുന്നതും അവിടെയുള്ള ആൾക്കാർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അംഗപരിമിതർക്ക് അവിടെ എത്ര സൗകര്യമൊക്കെയാണ് ചെയ്തു കൊടുക്കുന്ന എല്ലാ അനുഭവം ഉണ്ടായത്. വീണ്ടും അവൾ തിരിച്ചു വരുന്നു. പിന്നെ അഡാപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ തുടങ്ങുന്നു. അവിടെ സുബിൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് കിട്ടി. പക്ഷേ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അധികം നീണ്ടു നിന്ന് പോയില്ല. അതിനു മുമ്പ് സുബിന് സ്കോളർഷിപ്പ് കിട്ടി, അവൻ ഓക്സ്ഫോർഡിലേക്ക് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിലേക്ക് വേണ്ടി മാലിനിയും അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ അവൾക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ അമ്മ ഒരു കണ്ടീഷൻ പറഞ്ഞു. കാരണം സ്കോളർഷിപ്പ് കിട്ടിയാൽ മാത്രമേ പഠിക്കാൻ പോകുള്ളൂ. കാരണം അവിടെയൊക്കെ ഭയങ്കര പൈസയ്ക്ക് ചിലവാകും. അതുകൊണ്ട് സ്കോളർഷിപ്പ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. സ്കോളർഷിപ്പ് കിട്ടിയാൽ അവിടെ പഠിക്കാൻ പോകാം എന്നുള്ള അമ്മയുടെ അഭിപ്രായം. അതിന് വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്തിരുന്നു. അവൾക്ക് പഠിക്കാനും പോകണം, പിന്നെ ഈ ഫ്രണ്ട് മിസ്സായിട്ടുള്ള ഫ്രണ്ടിനെയും കാണണമല്ലോ എന്നൊരു വിചാരം അവൾക്കുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ലെസൺ മാലിനി ചിബിനെ പറ്റിയുള്ള ഇത്. ഈ ലെസൺ കംപ്ലീറ്റ് ആയിരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.